ഇതെന്താന്നല്ലേ, ഇവിടെ നോക്കിയേ, ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വട്ടം ചുറ്റുന്നു. ആ കുതിരേനെ കൊണ്ട് ആ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ വട്ടം ചുറ്റുകയാണ്. അപ്പോൾ ഇതാണ് ഇസ്താന നഗര. അപ്പോൾ ഇത് നാഷണൽ പാലസ് ഓഫ് മലേഷ്യൻ കിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ കിങ്ങിൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മളിവിടെ പോയപ്പോൾ എന്തായാലും എല്ലാവരും ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തു, ഭയങ്കര ക്യൂരിയസ് ആയി. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അപ്പോൾ എന്തോ ഇവിടെ നടക്കുന്നത് നമുക്ക് ഉറപ്പായി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ഇവരുടെ പോലീസ് ഉണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമ്മളോട് ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ കിങ് വരുന്നുണ്ട്, ഇത് അപ്പോൾ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് അപ്പുറം ഇപ്പുറമൊക്കെ പോകുമ്പോൾ ഇവർ ആക്ച്വലി വന്നിട്ട് നമ്മളെ വിളിച്ചു, കിങ് വരുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ പുറം നാട്ടിൽ പോയപ്പോൾ അവരെത്ര എന്തൊരു ഡൗൺ ടു എർത്ത് ആണല്ലേ. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കുറേ അഹങ്കാരം, കുറേ അഹംഭാവം, ഒരു കാര്യത്തിനില്ലാത്ത കാര്യം. പിന്നെ ഇവർ വരുമ്പോൾ എത്ര സിമ്പിളായിട്ടായിരുന്നു ഇവർ വന്നത്. ആക്ച്വലി ഇവർ വരുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവർ വന്നു എന്നും പോയെന്നും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്റ്റാലിനൊക്കെ വരികയാണെങ്കിൽ ഞാനൊന്ന് കണ്ടപ്പോൾ ഒരു 10 ജീപ്പ്, പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു 3-4 ഡിഫൻഡർ, പിന്നെ ഒരു 10 ഇന്നോവ, ഇത്രയും വണ്ടികൾ വരും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നാട്ടിൽ എന്തിനാ ഇങ്ങനത്തൊക്കെ ആവശ്യം? ലോകം കാണാത്തവർ ഓരോന്ന് കാണിക്കുമ്പോൾ ലോകം കണ്ടവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ അല്ലേ അവസ്ഥ. അപ്പോൾ ഇതേ നമ്മുടെ കിങ് പോകുന്നു.